മുൻപ് ED അക്കൗണ്ടിൽ വെറും 500 രൂപ മാത്രമുള്ള 2 കർഷകർക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൻസ് അയക്കുകയുണ്ടായി. ഇത് കേട്ട് ആരും ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. BJP നേതാവിനെ സഹായിക്കാനാണ് അന്നത്തിന് പോലും വകയില്ലാത്ത 2 കർഷകർക്ക് ED സമൻസ് അയച്ചത്. ഈ ചോദ്യം ചെയ്യലിന് വേണ്ടി അയച്ച സമൻസിൽ പല്ലവർ എന്ന ജാതി പേരുകൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ BJPക്ക് എങ്ങനെയൊക്കെയാണോ ഒത്താശ പാടേണ്ടത് അങ്ങനെയൊക്കെ ED ഉദ്യോഗസ്ഥർ ഒത്താശ പാടുന്നതിനുള്ള തെളിവുകളാണ് ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. തമിഴ്നാട്ടിൽ BJP ഭരണകൂടം ഒട്ടും അനുകൂലിക്കാത്ത സ്റ്റാലിൻ ഭരണത്തിന് ചാട്ടവാറടി കൊടുക്കുന്ന പോലെ 2 മന്ത്രിമാരെയാണ് ED തൂക്കിയെടുത്ത് കൊണ്ടുപോയത്. അതിൽ ആദ്യത്തേത് സെന്തിൽ ബാലാജിയും രണ്ടാമത്തേത് ഈ അടുത്ത സമയത്ത് അറസ്റ്റ് ചെയ്ത പൊന്മുടിയുമാണ്. ഇതൊന്നും പോരാഞ്ഞിട്ടാണിപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന കഥയൊക്കെ അടിച്ചിറക്കിക്കൊണ്ട് 2 കർഷകരെ പൂട്ടാനൊരുങ്ങുന്നത്. അതും ഒരു BJP നേതാവിനെ സഹായിക്കാൻ വേണ്ടി മാത്രം. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സേലത്ത് ഈ കർഷകർ പ്രതിഷേധിക്കാൻ തുടങ്ങിയതോടെയാണ് വിവാദങ്ങളുടെ കെട്ടുകൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു തുടങ്ങിയത്. കർഷകരായ S കണ്ണയ്യൻ 72 വയസ്സ്, സഹോദരൻ S കൃഷ്ണൻ 65 വയസ്സ് എന്നിവർക്കാണ് സേലത്ത് ആറ്റൂരിലുള്ള ഭൂമിയെ ചൊല്ലി BJP സേലം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി G ഗുണശേഖർ നൽകിയ പരാതികളും സിവിൽ കേസുമാണ് സംഭവത്തിന് തുടക്കമായത്. സഹോദരങ്ങൾ വിൽക്കാൻ ശ്രമിച്ച കൃഷിഭൂമി തന്റെ കുടുംബം മുൻപ് പാട്ടത്തിന് നൽകിയതാണ് എന്നാരോപിച്ച് ഗുണശേഖർ പരാതി നൽകുകയായിരുന്നു. കേസ് കോടതിയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിഞ്ഞ ജൂണിൽ കണ്ണയ്യനും കൃഷ്ണനും സമൻസ് ലഭിച്ചത്. ഇതിൽ ഹിന്ദു പല്ലവർ എന്ന ജാതി പേരും ചേർത്തിരുന്നു. എന്നാൽ ഭൂമി ഗുണശേഖറിന് നൽകാൻ സമ്മർദ്ദം ചെലുത്താനാണ് ED വിളിപ്പിച്ചതെന്ന് സഹോദരങ്ങൾ ഇവിടെ ആരോപിക്കുകയുണ്ടായി. ഗുണശേഖർ ഉപകരണം മാത്രമാണ് എന്നും ഭൂമിയോട് ചേർന്നുള്ള കുന്നിലെ 600 ഏക്കർ ഉന്നമിട്ട് ഒരുക്കിയ പദ്ധതിയുടെ ഭാഗമാണ് ഇത് എന്നുമൊക്കെ ഈ സഹോദരങ്ങൾ ആരോപിച്ചപ്പോഴാണ് പിന്നിൽ നടക്കുന്ന വലിയ ക്രിമിനൽ ഇടപാടുകൾ വെളിച്ചത്ത് വന്നത്. എന്നിട്ടും ആരോപണങ്ങൾ ഗുണശേഖർ നിഷേധിക്കുകയാണ്. ഇവിടെ വീണ്ടും കർഷകരെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഗുണശേഖരനെ വെള്ളപൂശാനാണ് ED ശ്രമിക്കുന്നത്. ആ വെള്ളപൂശലിന് അവരുണ്ടാക്കിയത് മറ്റൊരു കഥയാണ്. സംരക്ഷിത പട്ടികയിൽ ഉൾപ്പെട്ട വന്യമൃഗങ്ങളെ കൊന്നതിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് എന്നും വനം വകുപ്പ് ജാതിപ്പേര് ഉപയോഗിച്ചിട്ട് ഉണ്ട് എന്നുമൊക്കെയാണ് EDയുടെ വിശദീകരണം. എന്നാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുക എന്ന് പറഞ്ഞതുപോലെ ചെന്നൈയിലെ ED ഓഫീസിൽ ഹാജരായ കൃഷ്ണനും കണ്ണയ്യനും അനധികൃത പണമിടപാടിൽ പങ്കില്ലെന്നും ബാങ്ക് അക്കൗണ്ടിൽ ആകെയുള്ളത് 500 രൂപ മാത്രമാണെന്നും ബോധ്യപ്പെടുത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ED ഞെട്ടിപ്പോവുകയാണ്. കാരണം ഇനി എങ്ങനെ BJP നേതാവിനെ രക്ഷിക്കും? കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കെട്ടുകഥ എങ്ങനെയാണ് BJPക്കാരല്ലാത്തവരെ വിശ്വസിപ്പിക്കുക? സത്യത്തിൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെ BJP നേതാവിനെ സഹായിക്കാൻ കള്ളക്കഥ മെനയാൻ പോയ നേതാവും അതിനൊത്താശ പാടാൻ പോയ EDയും ഒക്കെ ഇപ്പൊ പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഗൗരവകരമായ ഒരു കാര്യം, ഒരു BJP നേതാവ് വിചാരിച്ചാൽ എന്തും നടത്താനുള്ള സന്നാഹം ഈ ജനാധിപത്യ രാജ്യത്ത് അവർക്കുണ്ട് എന്നുള്ളതാണ്. ഇക്കൂട്ടർ വിചാരിച്ചാൽ ആരെയും എന്തും ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. അവിടെ മന്ത്രിയെന്നോ കർഷകനെന്നോ ഒന്നുമില്ല, പകരം BJPക്കാരൻ അത്രമാത്രം. സത്യത്തിൽ ഇവിടെ പറയാനും ചോദിക്കാനും ഉള്ളത് 2 കാര്യമാണ്. വായ്പാ ഭാരമുള്ള വയോധികരായ ദളിത് കർഷകരെ ED വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. സത്യത്തിൽ BJP നേതാക്കളെ വെല്ലുവിളിക്കുന്നത് കുറ്റമാണോ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്.